ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്ത് വിഷയമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അജ്മലിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. എന്തിനാന്ന് വെച്ചാൽ ആൾ അപ്പോഴത്തെ എമർജൻസി സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അജ്മൽ എടുത്ത ആ ഒരു എഫേർട്ടിനാണ്. അപ്പം നിങ്ങളെല്ലാം തന്നെ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ആംബുലൻസിൽ നിന്ന് ആശുപത്രിയിലെത്തിയ ഡ്രൈവറുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്തിരുന്നു. തൃശൂർ ചാവക്കാട് ചേറ്റൂർ സ്വദേശിയായ അജ്മലായിരുന്നു ആ ഡ്രൈവർ. അപ്പോൾ കണ്ടില്ലേ, ശരിക്കും ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അജ്മൽ കാണിച്ചു തരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയ ശേഷം ആളുടെ വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് തൻ്റെ സുഹൃത്തിൻ്റെ കോള് വരുന്നത്. സുഹൃത്തിൻ്റെ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള അനുജൻ മേളത്തെ നിലയിൽ നിന്നും താഴെ വീണു. അല്പം സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ ആണ് സുഹൃത്ത് സംസാരിച്ചത്. അപ്പോൾ അത് കേട്ടിട്ട് അജ്മൽ ശരിക്കും ആംബുലൻസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ റൂം വന്നിട്ട് ഈ ആംബുലൻസ് വാഷ് ചെയ്തുകൊണ്ട് നിന്നതിനടുത്തുള്ള ബിൽഡിങ്ങിൽ 2nd ഫ്ലോറാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത്, ഈ 2nd ഫ്ലോർ കയറി ഞാൻ ഷർട്ട് ഇടുന്ന ആ സമയം ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെത്തി ആ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താം. ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഷർട്ട് പോലും ഇടാതെ അജ്മൽ ആംബുലൻസും എടുത്ത് സുഹൃത്തിൻ്റെ അനുജനെയും എടുത്ത് ഹോസ്പിറ്റലിലോട്ട് ചീറിപ്പാഞ്ഞത്. ഇത് അവിടുത്തെ CCTV ക്യാമറയിൽ പതിയുകയും ആ വീഡിയോ അജ്മലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന നിമിഷ നേരം കൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് ആ വീഡിയോ കണ്ടത്. അപ്പോൾ ആ വീഡിയോ ആൾക്കാർ കണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലായോ ഇല്ലേ എന്നുള്ളതല്ല, ശരിക്കും ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി സമൂഹത്തിന് മുന്നിൽ കാണിച്ചു തന്ന അജ്മലിനെയാണ് ശരിക്കും നമ്മൾ ബഹുമാനിക്കേണ്ടത്. അപ്പോൾ അജ്മൽ നമുക്ക് കാണിച്ചു തന്നത് അയാളുടെ ജോലിയോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനൊരു 14 വർഷത്തോളമായി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു എമർജൻസി ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഷോള് പോലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന അതേ ആ ഒരു വേഷത്തിൽ സ്വന്തം കുട്ടികളെയും തൂക്കി ആംബുലൻസിലൊക്കെ കയറി വരുന്ന പാരൻസിനെയൊക്കെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിട്ട് കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ അവരുടെ ഡ്രസ് കോഡ് അവരുടെ ഇതൊന്നും നോക്കാതെ പേഷ്യൻസിനെയൊക്കെ എടുത്തിട്ട് വരുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്നതുകൊണ്ടാണ് അജ്മൽ ചെയ്ത ഈ ഒരു പ്രവൃത്തി നമ്മളെല്ലാം അറിഞ്ഞത്. ഈ സോഷ്യൽ മീഡിയസിലൊന്നും വരാതെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വരാത്തത് കൊണ്ട് ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ കടലിൽ ജോലിക്ക് പോയിട്ട് ഈ വെള്ളം കരയ്ക്ക് കയറ്റുമല്ലോ, വെള്ളം കരയ്ക്ക് കയറ്റുന്നതിനിടയ്ക്ക് ആ വെള്ളത്തിൽ തന്നെ പണി ചെയ്യുന്ന ഒരു പണിക്കാരൻ്റെ നെഞ്ചത്തോട്ട് ഈ വെള്ളം ഇടിച്ചു കയറുമായിരുന്നു. അപ്പോൾ കൂടെ നിന്നവരെ ഒന്നും നോക്കിയില്ല, അവരുടെ ആ നിന്ന വേഷത്തിൽ തന്നെയാണ് അവർ ഈ പുള്ളിക്കാരനെ തൂക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നമുക്ക് ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാം, പണിക്ക് പോകുന്ന കടലിൽ ജോലിക്ക് പോകുന്ന ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മിക്കവരും ഷർട്ടൊന്നും അവർ ഇങ്ങനെ കരയോടെടുക്കുമ്പോൾ ഒരു ഷർട്ടൊക്കെ മാറ്റും. കാരണം അവർക്ക് കംഫർട്ടായിട്ട് നിന്ന് ജോലി ചെയ്യാനായിട്ട് ഷർട്ട് അവർ വരും. അപ്പോൾ അന്ന് അവിടെ ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന ഒരു 5 പേര് ചേർന്നിട്ടാണ് അന്ന് ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത്. അതിൽ 4 പേരും ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു, കൈലി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാത്തതുകൊണ്ട് പലരും കാണാതെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സഹായങ്ങളും സാഹചര്യം നോക്കാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാണും. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം, ഒരുപാട് പേരെ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ അവരായിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് പോലും നോക്കാതെ കൊണ്ടുവരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ ഈ ഒരു നിമിഷത്തിൽ ബഹുമാനത്തോടെ ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ഇങ്ങനത്തെ നല്ല പ്രവൃത്തികൾ നമ്മൾ വീണ്ടും അവർക്ക് പ്രചോദനം കൊടുക്കണം. എന്നാലേ വരും തലമുറയ്ക്കും ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്കും കണ്ടു നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ അജ്മലിനെ പോലെ ബാക്കിയുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.